ഷവർമ്മയുടെ വരെ ജാതി പറയുന്ന ഇദ്ദേഹമാണ് വേടന്റെ വിഘടനവാദത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. പറ, ഷവർമ്മയുടെ ജാതി പറ. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കരിഞ്ഞ ശവങ്ങളുടെ ഗന്ധം നമ്മളുടെ മൂക്കിലേക്ക് തുളച്ചു കയറുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം മാംസം കഴിക്കുന്നതിനെതിരല്ല എന്നും കൂടി അതിനകത്ത് അവകാശപ്പെടുന്നുണ്ട്. അതിനെ കരിച്ച് അല്ലെങ്കിൽ പാചകം ചെയ്ത് കഴിക്കാൻ പാടില്ല, പച്ചയായ മാംസം കഴിക്കണം. ഇപ്പൊ അതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അതിനകത്ത് വർമ്മയാണ് പ്രശ്നം. ബേസിക്കലി നമ്മൾ ഒരു ഷവർമ്മ ഇങ്ങനെ എടുക്കുക, അതിന്റെ തോല് ഇങ്ങനെ നമ്മൾ കളയുക, ആ ഷവർമ്മ നമ്മളിങ്ങനെ തിന്നുക. വയറ്റ് ചെല്ലുമ്പോഴത്തേനും ഈ ശവവർമ്മ നോക്കും, ഇവൻ ഹിന്ദുവാണോ, ഇവൻ ക്രിസ്ത്യനാണോ, ഇവൻ മുസ്ലിം ആണോ, ഇവന്റെ പേര് ആയിഷയാണോ, ഇവന്റെ പേര് മുഹമ്മദ് ആണോ, ഇവന്റെ പേര് തോമസ് ആണോ, ഇവന്റെ പേര് വർമ്മയാണോ, വർമ്മ ഇവനെ അങ്ങ് തട്ടിക്കളയാം എന്ന് ഷവർമ്മ ചിന്തിക്കും. ഈ ആക്രാന്തമൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്ന് ചാടുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ഭാവിയെ കുറിച്ച് ചിന്തിക്കേണ്ട നമ്മുടെ തലമുറകളുടെ മനസ്സിലേക്ക് ജാതി വെറിയുടെ വർഗവെറിയുടെ വിഷം കുത്തിവെക്കുന്ന സാഹിത്യമാണ് വേടന്റെ സംഗീതത്തിന്റെ പിന്നിലുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പുള്ളി വേടനെ കുറിച്ചിട്ടാണ് പറയുന്നത്, സ്വന്തമായിട്ട് അവലോകനം നടത്തുവാണ് ഇപ്പോഴത്തെ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഏട്ടം ബെല്ലും നോക്കണ്ട, സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലഗനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലേക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ നിൽക്കണ അടിച്ചു വെക്കുക. നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ പടപട കിട്ടും. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കാണാനും പറ്റും. അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് വരെ എന്തെങ്കിലും കമന്റ് ചെയ്യുക, കുറഞ്ഞ പക്ഷം ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റ് ആയിട്ട് തരിക. കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ എത്ര പേർക്ക് ഷവർമ്മയുടെ മതം അറിയാം? ഷവർമ്മ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് നമ്മുടെ ഒരു പുള്ളിക്കാരൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ വേടനെതിരെയും ഒരു പ്രസ്താവനയുമായിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്നത് കേസരി എന്ന് പറഞ്ഞിട്ട് RSSന്റെ ഒരു പത്രമുണ്ട്, അതിൻ്റെ മുഖ്യ പത്രാധിപനായിട്ടുള്ള NR മധു ആണ് സംസാരിക്കുന്നത്. അപ്പം ഇപ്പം തന്നെ നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ ഒരു നിലവാരം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഏതായാലും പുള്ളിക്കാരൻ പറയുന്നൊന്ന് കേട്ട് നോക്കാം. ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. കൂത്തുണ്ടായിരുന്നായിട്ട് അറിയത്തില്ല, ആട്ടവും പാട്ടും ഉണ്ടായിരുന്നു. അത് നമ്മുടെ കിളിമാനൂരായിരുന്നു, പക്ഷെ അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. അതിനെക്കുറിച്ചാണ് തോന്നുന്നു പറയുന്നത്. ഏതായാലും വേടന്റെ പരിപാടിയെ കുറിച്ചിട്ടാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും. അതും ചെയ്തിട്ടുണ്ട്. DJ പാർട്ടികളൊക്കെ അമ്പലപ്പറമ്പുകളിൽ ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ നമ്മൾ ഒരിടത്ത് വരുമ്പോഴത്തേനും ആള് കൂടണമെങ്കിൽ നമുക്ക് ജനപിന്തുണ വേണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കി അതിനകത്തൊന്ന് വിവാദം ഉണ്ടാക്കി നമ്മൾ ശ്രദ്ധിക്കപ്പെടുത്തേണ്ടി വരും. ജനപിന്തുണ ഉള്ള ആളുകൾക്ക് അത് വേണ്ടി വരത്തില്ല, ആള് കൂടാൻ അവരെ വിളിക്കും. നമ്മൾ വന്നു കഴിഞ്ഞാൽ ആള് കൂടും. നമ്മൾ പറയുന്നത് ന്യായമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആള് കൂട്ടും, അല്ലെങ്കിൽ ആള് കൂടത്തില്ല. ഇതുപോലെ അതൊന്നും പറയേണ്ടി വരും. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. കലാഭാസം, വിഘടനവാദം, എൻ്റെ പൊന്നടാവേ. ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേടന്റെ വരികൾ വളർന്നു വരുന്ന പിഞ്ചു ഹൃദയങ്ങളിലേക്ക് ചില വേർതിരിവുകൾ പടച്ചു വിടുന്നു എന്നുള്ളതാണ്. പുള്ളിക്കാരൻ പറയുന്ന വരികളുടെ അർത്ഥം അറിയാവുന്നവർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. പുള്ളിക്കാരൻ താഴേക്കിടയിൽ കിടന്ന ഒരാളാണ്. ഈ താഴേക്കിടയിൽ നിന്ന് ഞാൻ വളർന്നു വന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളും അനീതികളും സമൂഹത്തിൽ നേരിട്ടിട്ടുണ്ട്. ഈ അനീതികൾക്കെതിരെ ഞാൻ പോരാടി ഞാൻ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് വന്നു. നീ ഉയർന്ന ആണെങ്കിൽ എനിക്കൊരു തേങ്ങാക്കൊലയും ഇല്ല എന്നാണ് വേടൻ പറഞ്ഞു വെക്കുന്ന സാധനം. ഈ സാധനം പറയുമ്പോഴത്തേനും താഴെക്കടയിൽ കിടക്കുന്നൊരുത്തിനും മുകളിലേക്ക് വരെയുള്ള പ്രചോദനം ഉണ്ടാകും. അതുപോലെ തന്നെ മേളിൽ നിൽക്കുന്നവനും താഴെയുള്ളവർ മുകളിലോട്ട് കയറി വരുന്നു എന്നൊരു സാധനം ഉണ്ടാകും. ആ സാധനമാണ് നിങ്ങൾ ഈ കാണുന്നത്. വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. അതെ, തീർച്ചയായിട്ടും വേടന്റെ വരികൾക്ക് പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. ആ സ്പോൺസർഷിപ്പിലാണ് പ്രോഗ്രാം നടത്തുന്നതും അവിടെ വേടൻ വന്ന് പാടുന്നതും. അല്ലാതെ നമ്മുടെ പിന്നിലെ സ്പോൺസർഷിപ്പ് അല്ല, നമ്മൾ എന്തെങ്കിലും ഉരുപ്പടിയായിട്ട് ചെയ്തെങ്കിലല്ലേ നമുക്ക് സ്പോൺസറെ കിട്ടത്തുള്ളൂ. നല്ല കാര്യമാണ്. ചുമ്മാ വന്നങ്ങ് പറയാ. വേടനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞാൽ ഏറിലാവും. പറ. സൂക്ഷ്മമായി പഠിച്ചാൽ ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ
വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോ 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 അവരാണ് വേടനെ സ്പോൺസർ ചെയ്യുന്നത്. അതായത് ഇന്ത്യ എന്ന മഹാരാജ്യം, ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിനകത്ത് ഇന്ത്യയെ പല തരങ്ങളായിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വേടൻ്റെ വരികൾ ഉപയോഗിക്കുന്നു, അതിനുവേണ്ടി പലരും സ്പോൺസർ ചെയ്യുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തെ പോലെയുള്ള ചില ആളുകൾ, എല്ലാവരും ഞാൻ പറയുന്നില്ല, നല്ലവരുണ്ട്, ചില ആളുകൾ, ഈ ചില ആളുകൾ വന്നിട്ട് ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുസിൻ്റെ മാത്രം ഒരു രാഷ്ട്രമാണ്, മറ്റു ആളുകളെല്ലാം മൈനോറിറ്റീസ് ആണ്, അവർക്കൊന്നും ഇവിടെ യാതൊരു പ്രാധാന്യമില്ല എന്ന് ചിന്തിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ള ചില ആളുകൾ പറയുകയാണ് വേടനെ പോലുള്ള ആളുകൾ ഇവിടെ വിഘടനവാദമാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഇവിടുത്തെ ആൾക്കാരെ വിഭജിക്കാനായിട്ടാണ് വേടനെ പോലെയുള്ള ആളുകൾ ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളാണ് ശരിക്കും ഇന്ത്യയെ നശിപ്പിക്കാനായിട്ട്, നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ചിലർ, RSSന് വളരെ നല്ല ആളുകളൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് RSSൽ ആരെ അറിയില്ല കേട്ടോ. അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. അത്തരത്തിലുള്ള കലാഭാസങ്ങളെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ നമ്മൾക്ക് അതിനെക്കാട്ടിലും ശക്തമായ വരികൾ എഴുതാൻ അറിയണം. നമ്മൾ ഇതുപോലെ മൈക്ക് കിട്ടുമ്പോഴത്തേനും ഘോരം പ്രസംഗിച്ച് അതിനകത്ത് കുറെ മത തീവ്രത കുത്തി നിറച്ചു കഴിഞ്ഞാൽ അത്തരത്തിലൊരു ജനക്കൂട്ടം താങ്കളുടെ പിന്നാലെ വരികില്ല എന്ന് മാത്രമല്ല, താങ്കൾക്ക് നിരവധി എതിർപ്പുകൾ വന്ന് ചേരുമെന്നുള്ള യാഥാർത്ഥ്യം കൂടെ താങ്കളെപ്പോലുള്ളവർ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വേടന്റെ വരികൾ എന്താന്ന് പോലും മനസ്സിലാക്കാത്തവരാണ്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ ഷവർമ്മയുടെ ജാതി ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഷവർമ്മയുടെ വരെ ജാതി പറയുന്ന ഇദ്ദേഹമാണ് വേടന്റെ വിഘടനവാദത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. ഷവർമ്മയുടെ ജാതി പറ. ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ്. നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത്. അതായത് ഇന്ന് നഗരങ്ങളിലെല്ലാം രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ പോലും രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇദ്ദേഹമൊക്കെ നമ്മുടെ സമൂഹത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാത്രികാലങ്ങളിൽ ആഹാരം കഴിക്കാറില്ല, പകൽ മാത്രമേ നമ്മൾ ആഹാരം കഴിക്കാറുള്ളൂ. നമ്മൾ സൂര്യദേവനുമായിട്ട് ഒരു ലിങ്ക് ഉണ്ട്. സൂര്യദേവൻ പറഞ്ഞെങ്കിൽ മാത്രമേ പുള്ളിക്കെപ്പോലുള്ള ആളുകൾ ആഹാരം ഭക്ഷിക്കുകയുള്ളൂ. സൂര്യൻ മറച്ചതിന് ശേഷം ഇരുൾ പ്രാപിക്കുകയും ഇരുൾ പ്രാപിച്ചതിന് ശേഷം നമ്മൾ ആഹാരത്തിൽ സ്പർശിക്കാൻ പാടില്ല. ബാക്കി പറയാം, അതും അറേബ്യൻ ഫുഡ്സ്. നമ്മൾ ഇന്ത്യൻ ഫുഡ്സ് കഴിക്കാം, അറേബ്യൻ ഫുഡ്സ് നമ്മൾ കഴിക്കാൻ പാടില്ല. അതൊക്കെ ഏത് ഭക്ഷണമാണ്? ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. അങ്ങനെ പറ, പേര് പറയാൻ അറിയത്തില്ല, അതാണ് പ്രശ്നം. അല്ലാതെ ആഹാരം ഇഷ്ടപ്പെടാനിട്ടില്ല, പേരറിയത്തില്ല. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നാസാശ്വാസത്തെ കടന്നു പോകുന്നു. അതായത് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ തെരുവോരങ്ങളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുമ്പോഴത്തേനും കരിഞ്ഞ ശവങ്ങളുടെ ഗന്ധം നമ്മളുടെ മൂക്കിലേക്ക് തുളച്ചു കയറുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം മാംസം കഴിക്കുന്നതിനെതിരല്ല എന്നും കൂടി അതിനകത്ത് അവകാശപ്പെടുന്നുണ്ട്. ആയതിനാൽ പുള്ളി പറയുന്നത് നമ്മൾ തീ കത്തിച്ച് ആ തീക്ക് മേളിൽ മസാലയൊക്കെ പുരട്ടി മാംസം ഇങ്ങനെ വെച്ച് അതിനെ കരിച്ച് അല്ലെങ്കിൽ പാചകം ചെയ്ത് കഴിക്കാൻ പാടില്ല. പച്ചയായ മാംസം തിന്നണം. ഇപ്പൊ വേടന്റെ മാംസം പച്ചയ്ക്ക് തിന്നില്ലേ, അതേപോലെ പച്ചയായിട്ടുള്ള മാംസങ്ങൾ തിന്നണം. ഞാൻ ഒരിക്കലും ഇത് നോൺ വെജിന് എതിരല്ല, പക്ഷേ നമ്മളുടെ തെരുവോരങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോഴത്തേനും ചത്ത ശവങ്ങളുടെ ഗന്ധമാണ് ഉയരുന്നത്. പച്ചക്ക് എടുത്ത് തരട്ടോ, ബാക്കി പറ. ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. കഴിക്കുന്നത് ശവമാണ്. കഴിച്ചായിരുന്നോ അല്ല പിന്നെന്താണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ്? അതായത് ഷവർമ്മ എന്നുള്ളതിനെ അദ്ദേഹം ശവം വർമ്മ എന്നാക്കിയിട്ടുണ്ട്. വർമ്മയാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ്. വർമ്മയെ കുറിച്ച് പറയുന്നുണ്ട്, കേൾക്കാം. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അതിനകത്ത് വർമ്മയാണ് പ്രശ്നം. അതായത് ഈ ഹോട്ടലിൽ പോയിട്ട് അല്ലെങ്കിൽ ബേക്കറിയിൽ പോയിട്ട് നമ്മളൊരു ശവവർമ്മ മേടിച്ച് കഴിക്കുമ്പോഴത്തേനും ഈ ശവവർമ്മ കഴിച്ചിട്ട് ഒരു ആയിഷ ഇല്ല, ഒരു തോമസ് ഇല്ല, ഒരു മുഹമ്മദ് ഇല്ല. ഈ ശവവർമ്മ കഴിച്ചിട്ട് മരിച്ചത് മൊത്തം വർമ്മമാരെയാണ്. ബേസിക്കലി നമ്മൾ ഒരു ഷവർമ്മ ഇങ്ങനെ എടുക്കുക, അതിൻ്റെ തോല് ഇങ്ങനെ നമ്മൾ കളയുക, ആ ഷവർമ്മ നമ്മളിങ്ങനെ തിന്നുക. വയറ്റ് ചെല്ലുമ്പോഴത്തേനും ഈ ശവവർമ്മ നോക്കും,
ഇവൻ ഹിന്ദുവാണോ, ഇവൻ ക്രിസ്ത്യനാണോ, ഇവൻ മുസ്ലിം ആണോ, ഇവന്റെ പേര് ആയിഷയാണോ, ഇവന്റെ പേര് മുഹമ്മദ് ആണോ, ഇവന്റെ പേര് തോമസ് ആണോ, ഇവന്റെ പേര് ബർമയാണോ, ബർമ ഇവനെ അങ്ങ് തട്ടിക്കളയാം എന്ന് ഷവർമ്മ ചിന്തിക്കും. പ്രിയ സുഹൃത്തെ, പ്രിയ മിത്രമേ, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഷവർമ്മ തിന്നുന്നത് അല്ലെങ്കിൽ ശവവർമ്മ തിന്നുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ അറബ് നാടുകളിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ്. അതിനെ മനുഷ്യനായിട്ട് കാണും. അവിടെയും അദ്ദേഹത്തിന്റെ വർമ്മ, അദ്ദേഹത്തിന്റെ ആയിഷ, അദ്ദേഹത്തിന്റെ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ തോമസ്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്താ വംശനാശം സംഭവിക്കാത്തത്? കേരളത്തിലും നമ്മുടെ നാട്ടിലൊക്കെ എന്തോരം മൃഗങ്ങളാണ് വംശനാശം സംഭവിച്ച് ഇല്ലാണ്ടായി പോകുന്നത്. ഇപ്പോഴും ഇത്രയും തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ സാധനം ഇങ്ങനെ പടച്ചു വിടുമ്പോഴത്തേനും തീവ്ര ചിന്താഗതിയുള്ള ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഈ സാധനത്തിന്റെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് അസാമാന്യമായ സപ്പോർട്ടുകളാണ്. അതായത് ഇദ്ദേഹത്തിന്റെ അതേ ചിന്താഗതിയുള്ള ബോധമില്ലാത്ത കുറെ എണ്ണം കൂടെ ഉണ്ടെന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി പറ. പക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്ന് ചാടുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ആഹാരം ഹിന്ദു മാത്രമേ ഷവർമ്മ തിന്നാൽ ചാകത്തുള്ളൂ എന്നാണ് അദ്ദേഹം വാദിക്കുന്ന വിഘടനവാദത്തിന്റെ ഒരു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഹിന്ദു മതത്തിൽപ്പെട്ടവർ ദയവിച്ചതിന് ഷവർമ്മ കഴിക്കല്ലേ. നമ്മൾ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവർക്കും മുസ്ലിം മതത്തിൽപ്പെട്ടവർക്കും ഷവർമ്മ കഴിക്കാം. എൻ്റെ ബലമായ സംശയം ഈ പുള്ളിക്കാരൻ എവിടെയോ പോയി ഷവർമ്മ തിന്ന്. ഷവർമ്മ തിന്നപ്പോഴത്തേന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സ്ഥിരം സാധനം അവർ പയറ്റി കുബൂസ് എടുത്തിട്ട് അതിനകത്തോട്ട് കുറെ ക്യാബേജ് വിട്ട് മച്ചണൈസ് വിട്ട് ഇളക്കി പുള്ളിക്കാൻ കൊടുത്തു. അതിനകത്ത് ഇറച്ചി വെച്ചില്ല. പുള്ളിക്ക് രോഷാകുലനായ പുള്ളി. ആ രോഷമാണ് ഇവിടെ തീർക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ എനിക്ക് മനസ്സിലായില്ല. പുള്ളിയെ ഷവർമ്മ പുള്ളീനെ പിടിച്ച് കടിച്ചോ എന്ന് എനിക്കൊരു പിടിയില്ല. നമ്മുടെ നാട്ടിൽ ഷവർമ്മ നിന്ന് ഒരുപാട് പേർക്ക് ഫുഡ് പോയിസൺ അടിക്കുന്നുണ്ട്, ചാവുന്നുണ്ട്, അതെല്ലാം ഓക്കെയാണ്. പക്ഷെ ആ കൂട്ടത്തിൽ ഹിന്ദുസിന് മാത്രമേ പിടിക്കുന്നുള്ളൂ കേട്ടോ. ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഇത് അടിക്കത്തില്ല. അതാണ് പുള്ളിയുടെ വാദം. ഇത് മാത്രമല്ല, ഈ സാധനങ്ങൾ വന്നു, ഇത് എയറിലായി, പുള്ളിക്കാരൻ അങ്ങ് ബഹിരാകാശത്തേക്ക് പോയി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ ന്യായീകരിക്കണമല്ലോ. ന്യായീകരിക്കാൻ വേണ്ടി പുള്ളി വന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരമായ ജനം ടി വിയിലാണ്. ജനം ടി വിയിൽ വന്ന് പുള്ളി പറയാൻ നമുക്ക് കേൾക്കാം. അയാൾ ഉയർത്തുന്ന ജാതിവാദത്തെ ഈ നൂറ്റാണ്ടിന് നിരക്കാത്ത ജാതിവാദമാണ്. വേടൻ ഉയർത്തുന്ന ജാതിവാദം ഈ നൂറ്റാണ്ടിന് നിരക്കാത്ത ജാതിവാദമാണ്. ഷവർമ്മയുടെ മതം വരെ കണ്ടുപിടിച്ച വ്യക്തിത്വമാണ് ഈ വേടന്റെ വിഘടനവാദത്തെക്കുറിച്ചും ജാതിപരമായ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ഷവർമ്മയിൽ വരെ ജാതി കണ്ടുപിടിച്ച ആണ് വേടന്റെ വരികളെ കുറിച്ചിട്ടും വേടന്റെ വിഘടനവാദത്തെ കുറിച്ചും സംസാരിക്കുന്നത്. ഈ സനാതന ധർമ്മത്തിൽ അവർണനും സവർണനുമില്ല. ഭാവിയെ കുറിച്ച് ചിന്തിക്കേണ്ട നമ്മുടെ തലമുറകളുടെ മനസ്സിലേക്ക് ജാതി വെറിയുടെ വർഗവെറിയുടെ വിഷം കുത്തിവെക്കുന്ന സാഹിത്യമാണ് വേടന്റെ സംഗീതത്തിന്റെ പിന്നിലുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പുള്ളി വേടനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്വന്തമായിട്ട് അവലോകനം നടത്തുവാണ്. ഇപ്പോഴത്തെ തലമുറയിലേക്ക് വിഷം കുത്തി വെക്കുന്ന ജാതിയുടെ സാമാനമാണ് പറച്ചു വിടുന്നതെന്ന് പറഞ്ഞിട്ട്, അതായത് വേടം പറയുന്ന ജാതി എന്ന് പറഞ്ഞാൽ താഴേക്കിടയിൽ നിന്നും മേലേക്കിടയിലേക്ക് വരുന്ന ജാതിയുടെ ഒരു വിഘടനവാദത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹം സംസാരിക്കുന്ന വിഘടനവാദം എന്ന് പറഞ്ഞാൽ മേളിൽ നിൽക്കുന്ന താഴേക്ക് പോകാൻ താല്പര്യമില്ലാത്ത താഴേന്ന് മേളിൽ വരുന്നവനെ ചവിട്ടി താഴെ ഇടാൻ നോക്കുന്നവന്റെ വിഘടനവാദത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചേട്ടൻ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ലല്ലേ? പ്രേക്ഷകരായി മാറുന്ന യുവാക്കൾ അവരുടെയൊക്കെ മനസ്സിലേക്ക് ഈ ജാതിബോധവും വർണ്ണവെറിയും വർഗീയ ബോധവും ഒക്കെ കുത്തിവെക്കുന്ന പാട്ടുകൾ അത് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുമോ എന്ന ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത്. വേടന്റെ സംഗീതം രാഷ്ട്രത്തിന്റെ ഐക്യത്തെ തകർക്കുന്നതും വിഭാഗീയത വളർത്തുന്നതുമാണ്. പലസ്തീനെ കുറിച്ച് പാടുന്ന വേടൻ പെഹൽഗാമിനെ കുറിച്ച് പാടുന്നില്ല. അത് വേടന്റെയോ വേടന് പിന്നിലുള്ളവരുടെയോ രാഷ്ട്രീയമാണ്. ഇത് വേടനെ കുറിച്ച് ഇവര് നിരവധി ആളുകളും പറയുന്നൊരു അലിഗേഷനാണ്. പെഹൽഗാമിലെ വിഷയത്തെക്കുറിച്ച് വേടൻ പാട്ടുകൾ പാടുന്നില്ല. പലസ്തീനെ കുറിച്ച് വേടൻ പാടി. അവിടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് വേടൻ സംസാരിച്ചു. ഇവിടെയുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഇതൊക്കെ സ്ഥിരമായിട്ട് വേടനെ കുറിച്ച് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന പലരും പറയുന്ന കാര്യമാണ്. അതായത് ഇവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ പെഹൽഗാമിൽ ഒരു അറ്റാക്ക് ഉണ്ടായി. വിത്തിൻ സെക്കൻഡ്സ് വേടൻ പേനോടെ പേപ്പറോടെ പാട്ടില്ല അന്ന് പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കണമെന്നാണ് ചിന്തിക്കുന്നത്. പ്രിയ സുഹൃത്തെ, അതൊരു കലാരൂപമാണ്. താങ്കൾ പറയുന്ന പോലെ കുറെ ജാതിയുടെ കുത്തി നിറച്ചിട്ട് എടുത്തിട്ട് നാട്ടുകാരുടെ മുന്നിലോട്ട് പ്രസന്റ് ചെയ്യുന്ന പോലെ അല്ല. അദ്ദേഹം വരികൾ എഴുതണം, അതിന് ട്യൂൺ ചെയ്യണം, പല കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു പക്ഷേ എഴുതുമായിരിക്കും, ഒരു പക്ഷേ എഴുതാതിരിക്കുമായിരിക്കും. നമുക്ക് എങ്ങനെ പ്രഷർ ചെയ്യാൻ പറ്റും? അദ്ദേഹം പെഹൽഗാമിനെ കുറിച്ച് എഴുതിയേ പറ്റൂ, അദ്ദേഹം സംസാരിച്ചേ പറ്റൂ എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അത് അദ്ദേഹത്തിന്റെ കാര്യമാണ്. അദ്ദേഹം ഒരുപക്ഷെ നാളുകളിൽ അത് ചെയ്തേക്കാം, ചെയ്യാതിരുന്നേക്കാം. ഈ പറയുന്നത് നമ്മൾ ചെയ്തായിരുന്നോ? നമ്മൾ ഒരു ഗാനം എഴുതിയായിരുന്നോ? അല്ല, ഞാൻ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്കളുടെ പറ്റുമെങ്കിൽ, സാധ്യമാണെങ്കിൽ താങ്കളുടെ തലച്ചോറൊന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഈ ജാതി വെറി താങ്കൾ ആദ്യം തലച്ചോറിൽ നിന്നെടുത്ത് മാറ്റുക. താങ്കൾ ഇങ്ങനെ പറഞ്ഞ് ഈ ഹിന്ദു ആചാരം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ RSSലേക്ക് വന്നിട്ട് നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കണം അല്ലെങ്കിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന് ചിന്തിക്കുന്നവരുടെ മനസ്സിലേക്ക് കൂടുതൽ വിഷം ഇഞ്ചെക്ട് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിൽ
ഉള്ള ജാതിപരമായ പരാമർശങ്ങൾ നടത്തുന്ന ആളുകൾ നമുക്കിടയിൽ വളർന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തെ യുവാക്കളുടെ ഇടയിൽ ഇത് വളരെ കുറവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ഇതുപോലെ കുറച്ച് പേര് മതി, മറ്റേ നഞ്ച് ഒരു തുള്ളി മതിയല്ലോ ചെമ്മീൻ മൊത്തം ചത്തു പൊങ്ങാനായിട്ട്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.